സമസ്തകളുടെ ജമീയത്തിൽ നമുക്ക് ഒരു ലക്ഷ്യമുണ്ട്. അത് വിശുദ്ധമാവുന്നതായ ദീൻ, ആ ദീനിനെ ഇവിടെ നിലനിർത്തിക്കൊണ്ടുപോവുക. ഞാൻ ഇമാം നബി തങ്ങളോട് ചോദിച്ചു, ആണുങ്ങൾ അൽ അർവാഹു ജുനൂദും മുജന്നദ എന്ന് പറഞ്ഞ പോലെ ആത്മീയമായൊരു ബന്ധപ്പെടൽ ആരോട്? മഹാനായ ഇമാം നബി തങ്ങളോട്. ജീവിച്ചിരിക്കുന്ന ശൈഖുന മരണപ്പെട്ടു പോയ മഹാനോട് ബന്ധപ്പെടുകയാണ്. അതൊരു ആത്മീയ ബന്ധമാണ്. ആ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ ക്ലാസ്സിൽ പറഞ്ഞുവെന്ന് ബഹുമാനപ്പെട്ടവർ തന്നെ പറഞ്ഞത്, ആ ക്ലാസ്സിൽ ഏകദേശം 100ഓളം കുട്ടികൾ ഇതിന് സാക്ഷികളാണെന്നാണ് അദ്ദേഹം പറയുന്നത്. 100ഓളം കുട്ടികൾ, ആ 100ഓളം കുട്ടികൾ അതിന് സാക്ഷികളായ സംഭവം. ഇനിയിപ്പോ ഇവിടെ പറയാൻ നിൽക്കുന്ന ഇഷ്ടം പോലെ എണീച്ചു തോന്നാണ് ശേഖന. അങ്ങനെ എണീച്ചു നിന്നപ്പോൾ ഈ മൈക്ക തന്നെത്താലെ പൊന്താൻ തുടങ്ങിയെന്ന് പറഞ്ഞു. പൊന്തി ശേഖന നിൽക്കേണ്ട അവിടെ എത്തി. അപ്പോൾ തന്നെ ഓടി വന്നു ഓപ്പറേറ്റർ ഇത് പൊന്തിക്കാൻ വേണ്ടി. അപ്പൊ അവനോട് പറഞ്ഞു, എനിക്ക് അവിടെ ഒന്നും അങ്ങോട്ട് വരണ്ടാന്ന്. ഇതാണ് സംഭവം. ഇത് ഞാൻ പറഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും പറ്റും? ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഒന്നും പറ്റൂല എന്നല്ല, നിങ്ങൾ ഒന്നായിട്ട് എല്ലാവരോടും പറയണം എന്ന് പറഞ്ഞു. ഞാൻ അപ്പൊ അത് നടത്തി പറയാൻ പോകണമെന്ന് എന്ന് പറഞ്ഞു. മമ്പുറം തങ്ങളെ തന്നിട്ട് ഒരാൾ വിഷമം പറഞ്ഞു, എന്താണ് എന്റെ മോൻ എന്റെ അയൽവാസി കൊന്നിണ്. അയാളെ വിളിച്ച് ഇജി ഒന്നിനോ? ഇല്ല, ഞാനൊന്നും അറിയില്ല പാപ്പ. പിന്നെ അത് ഈ തലയിൽ വീണ് മരിച്ചാന്ന് മമ്പുറത്തെ പാപ്പാക്ക് ശരിക്കും അറിയാം. പക്ഷെ അതങ്ങനെ അറിയണ അനുസരിച്ചാണ് പറയാൻ പറ്റൂല, രേഖ അനുസരിച്ചല്ലേ കാര്യം കൊണ്ടെടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഇപ്പൊ പറഞ്ഞിപ്പോ എന്താ വേണ്ട? ഓൻ കൊന്നിക്കുന്ന പറഞ്ഞു, കൊന്നിട്ടില്ല എന്നോ പറഞ്ഞു. എനിക്കിപ്പോ എന്താ വേണ്ടത്? എനിക്ക് ഓനും കൊല്ലണം. ഓനെ കൊല്ലണമെന്ന് പറയില്ല, കൊന്നോനല്ലേ കൊല്ലണ്ട്. ആ കൊന്നോനെ കൊല്ലണം. ആ കൊന്നോനെ കൊന്നാ മതി. മെനത്തിനെ കൊല്ലണം. ഇപ്പൊ കൊന്നിട്ടില്ലെങ്കിലോ കൊന്നോനെ കൊല്ലണേ, എനിക്ക് കൊന്നോനെ കൊല്ലണം. ആ പാപ്പ ഉടനെ തന്നെ ആ ഹിമ്മത്ത് കൊണ്ട് ആ തെങ്ങ് മുകളിലേക്ക് മനസ്സങ്ങ് കൊടുത്തല്ലേ. തെങ്ങ് 2 പൊളിയായി അങ്ങോട്ട് വിട്ടു. കൊന്നോനെ കൊന്ന് പച്ച തെങ്ങ് 2 പൊളിയായി പാപ്പ പൊളിച്ചു കളഞ്ഞു. ശൈഖുന ഇങ്ങനെ നോക്കി, അല്പനിമിഷങ്ങളെ നോക്കി, ഒരു 2-3 മിനിറ്റ് ഇങ്ങനെ നോക്കി നിൽക്കണം. കണ്ണിമവട്ട പെട്ടെന്ന് കാണ തലതാഴ്ത്തിയപ്പോൾ ശൈഖുന തന്നെ കണ്ണെടുത്തു. ശൈഖുന ശംസുബർ കൊണ്ടുപോയി പൂട്ടണം. അയാളെ കൊണ്ടുപോകാൻ പറഞ്ഞു. ഈ ജോലിക്കാരൻ കാളകളെ 2നെയും അഴിച്ചു കൊണ്ടുപോയി പാടത്തേക്ക്. ആദർശേരി മുഹമ്മദ് മുസ്ലിയാർ ശൈഖുനായുമായി സംസാരിച്ചുകൊണ്ടിരിക്കുക. അല്പസമയം കഴിഞ്ഞപ്പോ ഇയാൾ തിരിച്ചു വന്നുകൊണ്ട് പറഞ്ഞു, കാളക്കൊരു കുഴപ്പമില്ല, നേരത്തെയുള്ള കാളയല്ല, മാറ്റം വന്നിരിക്കുന്നു, അത് ശരിക്കും നടക്കുന്നുണ്ട്. ഒരു കാളയെപ്പോലും തന്റെ നോട്ടം കൊണ്ട് തെറിപ്പിച്ചാൻ കേൾപ്പുള്ള നിങ്ങൾക്കത് പറയുമ്പോൾ സംശയം ഒരിക്കലും സംശയിക്കണ്ട. നമ്മുടെ വീടിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ, നമ്മുടെ വീടുകൾക്കുള്ള പ്രശ്നങ്ങൾ, ഇതൊക്കെ ഭൂമിപരമായിട്ടുണ്ടാകുന്ന ശല്യങ്ങൾ തീരാൻ മമ്പുറത്ത് പോയി പറഞ്ഞാൽ പരിഹാരമുണ്ട്. മമ്പുറ പാപ്പാന്റെ കബദിലാണ്, അവിടുത്തെ നിയന്ത്രണത്തിലാണ് നമ്മുടെ നാടുള്ളത്. അപ്പൊ തങ്ങൾ പറഞ്ഞു, ഇതൊക്കെ എന്താ ഇതിന് കുഴപ്പമെന്ന് വെച്ചു. ഇതൊക്കെ ജീവില്ലാത്ത സാധനങ്ങളെ പോട്ടല്ലേ ഇത്, ഇതിനൊന്നും ജീവില്ലല്ലോ. അല്ല, ഇതിനൊക്കെ ജീവുണ്ട്, ഇതിപ്പോ പറക്കിന് കാണണമെന്ന് വെച്ചു. തങ്ങൾ പറഞ്ഞു, ഓരോ പക്ഷികളോടും ചെറുബി ഇതിലില്ല. അപ്പൊ ഓരോന്നും പറക്കാൻ തുടങ്ങിയതാണ്. ഓരോ പക്ഷികളും പറക്കാൻ തുടങ്ങി. പക്ഷികളെ ഫോട്ടോ ചെയ്ത് തങ്ങളോട് വെച്ചിരുന്നത്. പക്ഷെ അപ്പോൾ ആ പക്ഷികളെ ഫോട്ടോത്തിനോട് പറക്കാൻ പറഞ്ഞപ്പോ അത് പറന്നുപോയി. ഇതായിരുന്നു തങ്ങൾ. പ്പെട്ടവർക്ക് വയറിന്റെ ഉള്ളിലോ മറ്റോ അതിശക്തമായ വേദനയും പ്രയാസവും വന്ന് സർവ്വ ഡോക്ടർമാരും ഓപ്പറേഷൻ അടിയന്തരമായി ചെയ്യണം, ഇല്ലെങ്കിൽ വളരെ പെട്ടെന്ന് മരണം സംഭവിക്കും എന്ന് പറഞ്ഞൊരു സമയത്ത് മഹാനായ ശൈഖുനയോട് പറഞ്ഞു, ഉസ്താദേ എങ്ങനെയാ പറഞ്ഞത്? നിങ്ങൾ ബേജാറാവണ്ട, നിങ്ങൾക്ക് വേണ്ട ഡോക്ടർമാർ ഇന്ന് രാത്രി വരും, നിങ്ങൾ ഹോസ്പിറ്റലിൽ പോവണ്ട, വീട്ടിൽ തന്നെ നിങ്ങൾ നാട്ടിലൂടെ നടന്നാൽ മതി, നിങ്ങൾക്ക് ചികിത്സയും ഓപ്പറേഷനും ഒക്കെ ഇന്ന് നടക്കുമെന്ന് പറഞ്ഞു. അന്ന് രാത്രി ഇതൊരു പള്ളി പറഞ്ഞു, തൃശ്ശൂർ ജില്ലയിലെ, ഞാൻ നിസ്കരിക്കാൻ വേണ്ടി ഇശാനിസ്കാരം കഴിഞ്ഞ് ഇശാനിസ്കരിക്കാൻ വേണ്ടി കയറി ആ പള്ളിയിൽ ഇങ്ങനെ ഇരുന്ന് സുന്നത്ത് നിസ്കരിച്ചിരുന്നപ്പോ എനിക്ക് ഉറക്കം സംഭവിക്കുന്നു. ആ ഉറക്കത്തിൽ മഹാനായ ശംസുൽ ഉലമയെ ഞാൻ കാണുന്നു, മഹാനവറുകൾ പ്രത്യക്ഷപ്പെടുന്നു. ആ ഉറക്കത്തിൽ എന്തൊക്കെയോ എന്റെ ശരീരത്തിൽ നടക്കുന്നത് ഞാൻ അറിഞ്ഞു. രാവിലെ ഹോസ്പിറ്റലിൽ പോയി ചെക്കപ്പിന് വേണ്ടി പോവുക, അടിയന്തരമായി ഡോക്ടറെ കാണുന്നാ പറഞ്ഞത്, അടിയന്തരമായി നിങ്ങൾ ഓപ്പറേഷന് വിധേയമാവണമെന്ന് പറയാം. ചെന്ന് നോക്കുമ്പോ ഒന്നുമില്ല, ഒരു കുഴപ്പമില്ല. ഉസ്താദ് പറഞ്ഞു, ഇന്നും ആ സംഭവം കഴിഞ്ഞ് 10-30 കൊല്ലം കഴിഞ്ഞു ഞാൻ ഇതാ സ്വസ്ഥമായിട്ട് ജീവിക്കുന്നു. ആ ഒരു അസുഖമേ എന്റെ ശരീരത്തിൽ പിന്നെ ഉണ്ടായിട്ടില്ല. കണ്ണിയാല മൗല എന്ന് പറഞ്ഞ വലിയൊരു മഹാനുണ്ട്, മരിച്ചുപോയി. പെരിന്തൽമണ്ണ ഭാഗത്താണ്. മൗലയെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഒരു മുക്കുവൻ എന്നിട്ട് പറഞ്ഞു, എന്ത് ചെയ്യാണ്, മത്സ്യം കിട്ടുന്നില്ല, ഞാൻ എന്റെ തോണി എടുത്തിട്ട് പോയിട്ട് തീരെ മത്സ്യം കിട്ടാറില്ല. കച്ചവടമല്ല എന്ന് പറഞ്ഞ പോലെ പരാതി പറയാം, എന്തെങ്കിലുമൊക്കെ ദ്വാ ചെയ്യണം. പറഞ്ഞു, നാളെ രാവിലെ നീ തോണി എടുത്ത് പോയിക്കോ, നിനക്കൊരുപാട്, നീ കുറച്ചങ്ങനെ ആഴക്കടലിലേക്ക് എത്തുമ്പോ നിനക്കൊരുപാട് മത്സ്യം കിട്ടും, നല്ല മത്സ്യം കിട്ടും, നീ വല കൊണ്ട് പിടിച്ചോ. പക്ഷെ അവിടെ ഒരു വലിയൊരു മത്സ്യം അതിന്റെ വാലിട്ടടിച്ചുകൊണ്ട് നിന്റെ മുമ്പിലേക്ക് വരും, അതിനെ നീ ഒന്നും ചെയ്യരുത്, ബാക്കിയുള്ള മത്സ്യം നീ പിടിച്ചു പോര്. 1.5 ലക്ഷം കട ഉണ്ടെന്നോ, കടക്ക് വീട് നീ പൊയ്ക്കോന്ന് പറയും. അദ്ദേഹം പിറ്റേന്ന് പോവാണ്, കടലിലെത്തുന്നു, ഭയങ്കര ആഹ്തി, ഇതുവരെ കിട്ടാത്ത മത്സ്യം അദ്ദേഹത്തിന്, വല വീശുന്നത് മൊത്തം നിറയെ മത്സ്യം. അപ്പോഴാണ് വലിയൊരു മത്സ്യം അടുത്തുകൂടെ അങ്ങനെ വാലിട്ട് അടിച്ചു പോകുന്നത്. അപ്പോഴേക്കും ഇദ്ദേഹത്തിന് ആ കാര്യം മറന്നുപോയി. മൗല പറഞ്ഞിട്ടുണ്ട്, ആ മത്സ്യത്തെ ഒന്നും തുടരുത്, അതിനൊന്നും ചെയ്യരുത്. ഇയാൾ വലയിട്ടു ഈ മത്സ്യത്തെ പിടിക്കാൻ വേണ്ടി, വലിയ മീൻ കിട്ടാൻ, വലങ്ങ് പൊട്ടിപ്പോയി.
അതിൽ അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ഒരു വടി കൊണ്ട് ഈ മത്സ്യത്തിന് അടിയടിച്ചു, നല്ലൊരു അടിയടിച്ചു. ഇങ്ങനെ അങ്ങനെയെങ്കിലും ഇതിനെ കിട്ടട്ടെ, എന്തോ ചെയ്തിട്ടായിരിക്കും. മത്സ്യം കിട്ടിയില്ല, അദ്ദേഹം തിരിച്ചു വന്നു, അദ്ദേഹത്തിന്റെ കടന്ന് വീഴുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹം ഈ വിഷയം സന്തോഷം പറയണല്ലോ, നിങ്ങൾ പറഞ്ഞ പോലെ എനിക്ക് കിട്ടിയെന്ന് പറയാൻ വേണ്ടി മഹാനായ മൗലയുടെ മുമ്പിലേക്ക് വരികയാണ്. മൗല ദൂരത്തിനെ കണ്ടപ്പോഴേ, മത്സ്യം കുറെ കിട്ടിയല്ലേ? ആ കിട്ടി. വല്ലാത്ത അടിയാണല്ലോ നീ അടിച്ചത്, എന്തടിയാണെങ്കിൽ മെല്ലടിക്കണ്ടേ എന്ന് പറഞ്ഞിട്ട് മഹാനവറുകൾ കാലിങ്ങനെ കാണിച്ചു കൊടുത്തപ്പോൾ നോക്കുമ്പോൾ ഈ കാലിന്റെ കണങ്കാലിന്റെ മസിലിൽ അടികൊണ്ടതിന്റെ അടയാളമുണ്ട്. നീ എന്താ അടിയാടോ എന്നല്ല അടിച്ചത്? ആ അടിയുടെ അടയാളം മത്സ്യത്തിന്റെ പുറത്തുള്ളത് മഹാനായ മൗലയുടെ കാല് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പൊ ഇതിന്റെ കാര്യം മനസ്സിലാവാതിരിക്കുമ്പോൾ പല ആളുകൾക്കും സംശയം വരും, എന്താണ് ഇത്, അങ്ങനെയൊക്കെ ഉണ്ടോ? പക്ഷെ അനുഭവിച്ചറിയുന്ന ആളുകൾക്ക് മനസ്സിലാവും.